ആദ്യം PS മൊത്തത്തിൽ സുരേഷ് PS കേട്ടോ? സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? സാറ് നോക്കാൻ വട്ടത്തിൽ എഴുതുന്നു സുരേഷ് PS സുരേഷ് അതെ, ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല, അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അക്ഷരപുഷളില്ലാത്ത സാധനം പറഞ്ഞു. തനിക്ക് അക്ഷരസ്ഫുടതയുണ്ടെന്നുകൊണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ? തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. എന്റെ പേര് സുരേഷ്. ഇപ്പോ താൻ CID നെട്ടൂരാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ മോഹൻലാലൊക്കെ സിനിമയിലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ടയാൾ. ഭീകരൻ ഇവിടെ കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തില് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID വേണം കേട്ടോ. നെട്ടൂരാനാണ് നിന്റെ കളി. അതായത് ഇയാളോട് നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനാണോ നിന്റെ കളി. ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. പറഞ്ഞോണം ഇങ്ങനെ ഈ പറയുന്ന അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താൽ പോരെ? അതെ, ഓക്കെ. ഒന്നൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം എടോ. ഓക്കെ. നെട്ടൂരാനാണ് നിന്റെ കളി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ല? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ. എന്ത് ഇങ്ങനെയല്ല ഉറപ്പാ. ഞാനല്ല. ഇവന്റെ നെട്ടൂരാനോടാണോ നിന്റെ കളി. ഒന്നും പറഞ്ഞു തരാം. നെട്ടൂരാനോടാണോ നിന്റെ കളി. ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ എന്നത് പറയണോ. തെട്ടൂനാണോ നാണോടാ. ടൂനാണോ നാണോടാ. കളഞ്ഞു. പറഞ്ഞപ്പോലെ ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാനാണ് കളി. എന്നോടാണോ നിന്റെ കളി? ഇത് പറഞ്ഞപ്പോലെ പിന്നെ അതിനടിക്കുന്നു. ടൂണാണോടാ. ഓക്കെ. പന്തിരാണ്ട് കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കും. അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം. മനോബലം തന്റെ ഭാര്യയെ കൊണ്ടിട്ടുണ്ടോ? ഭാര്യനെ ഇവിടെ ആരെയും കൊണ്ടുവരാൻ ആവശ്യമുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം.
ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം. അപ്പൊ എനിക്ക് സിഐഡിയിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യാലോ, ഈ തോക്കും കൈകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ടൂണോണോടാ കളിയെന്ന് വെച്ചാൽ വെടിവെച്ച് കൊള്ളുന്നില്ല അച്ഛനെ, മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരം ചെയ്യണേ. ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചുമല്ല, ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുകയെന്ന് പറഞ്ഞ. എടോ മണ്ട, എടോ അതാണ് സിഐഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല. തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലും? അപ്പോൾ വെടിവെച്ച് കൊന്നില്ല, കണ്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലല്ലോ. വെടിവെച്ചിട്ട് ഉണ്ടല്ലേ, വെടിവെച്ചിട്ട് അതില്ല. ഈ തോക്കിന്റെ പാത്തിക്കുള്ള ഒറ്റ അടിക്ക് കൊന്നു. ശവോളക്കാർ